പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമ്മോത്ഭവ തിരുനാളാണ് ഡിസംബർ 8-ാം തീയതി നാം ആഘോഷിക്കുന്നത്. പലപ്പോഴും സാധാരണ രീതിയിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോൾ പരിശുദ്ധ അമ്മ അമ്മോത്ഭവയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുതയ്ക്ക് കാരണമെന്ന് ഓരോ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല, ആരും പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്നൊരു വസ്തുത. പരിശുദ്ധ അമ്മയെ അമ്മോത്ഭവയാണെന്ന് അപദാനങ്ങൾ പാടുന്നതിനും അതിന് ചരിത്രം പറയുന്നതിനും ഒക്കെ വളരെ എല്ലാവർക്കും ഉത്സാഹമാണെങ്കിലും എന്തുകൊണ്ട് സഭ ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം, AD 451 കാസ്ട്രോണിയൻ സൂനോസ് കൂടിയപ്പോഴാണ് സഭയിൽ മരിയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ആരംഭിച്ചത് എന്നറിയണം. യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈ ഒരു വസ്തുതയെ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തപ്പോഴാണ് മരിയോളജിയിലേക്ക് സഭ അതിൻ്റെ വാതിലുകളെ തുറന്നിട്ടത്. അല്ലാതെ ഇന്ന് കാലത്ത് പരിശുദ്ധ അമ്മയെ വിമർശിക്കുന്നവർ പറയുന്നത് പോലെ അമ്മയെ ദൈവമാക്കാൻ വേണ്ടി കത്തോലിക്കർ പടച്ചുണ്ടാക്കിയ ഒരു സാധനമൊന്നുമല്ല ഈ വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം? യേശു ക്രിസ്തു ആരാണ്? പൂർണ്ണ ദൈവമാണോ പൂർണ്ണ മനുഷ്യനാണോ? ആദ്യ സഭയിൽ യേശു ക്രിസ്തു ദൈവം മാത്രമാണ്, മനുഷ്യനല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നതിന് പറയുന്ന പേരാണ് ഡോസറ്റിസം. അതായത് യേശു ക്രിസ്തു മനുഷ്യനെ പോലെ കാണപ്പെട്ടതേ ഉള്ളൂ, അവൻ ദൈവമാണ്, കുരിശുമേ കിടക്കുമ്പോഴും അവൻ വേദന അനുഭവിക്കുന്നില്ല, ദൈവമായിട്ടിരിക്കുന്നുള്ളൂ, വേദന അനുഭവിച്ചതുപോലെ അഭിനയിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഹെരസിയാണ് ഡോസറ്റിസം. പിന്നെ ചില വാദം ഇങ്ങനെ പറഞ്ഞു, അതായത് ദത്തുപുത്രവാദം. യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ്, മനുഷ്യനായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് ദൈവം കടന്നു വരുന്നു, ക്രിസ്തു കടന്നു വരുന്നു. ക്രിസ്തു കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു ദൈവമായി മാറി. ക്രിസ്തു പോയപ്പോൾ എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശു വിലപിച്ചു. കുരിശു മരണ സമയത്ത് ക്രിസ്തു യേശുവിനെ വിട്ടുപോയി എന്ന് പറയുന്ന ഒരു വാദം. അതുപോലെ തന്നെ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ ക്രിസ്തു വിട്ടുപോയി എന്നുള്ളൊരു വാദം. ഈ ഒരു വസ്തുതകളെ അഡോപ്ഷനിസം എന്ന് പറയുന്ന ദത്തുപുത്രവാദം എന്ന് പറയുന്ന ഈ വസ്തുതയെ പഠിക്കാൻ സഭ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഈ ഹെരസികളെല്ലാം സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു ഹെരസിയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ആത്മാവില്ല, മനുഷ്യാത്മാവില്ല. പരിശുദ്ധാത്മാവുണ്ട്, ശരീരം മനുഷ്യ ശരീരമാണ്, ഉള്ളിൽ ആത്മാവിന് പകരം പരിശുദ്ധാത്മാവാണ് ഉള്ളത്. അതുകൊണ്ട് യേശുവിനെ പൂർണ്ണമായ ഒരു മനുഷ്യനായിട്ട് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ഹെരസി. ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹെരസികളായി സഭയിലേക്ക് കടന്നു വന്നത്. അതോടുകൂടി സഭ AD 439 എഫോസസ് കൗൺസിൽ വെച്ച് വ്യക്തമായി പഠിക്കുന്നതിന് വേണ്ടി ഒരു കൗൺസിൽ കൂടി ഉണ്ടായി. യേശു ക്രിസ്തു ആരാണ്? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണോ? ഈ ഒരു വസ്തുതയാണ് പഠിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ വളരെ വ്യക്തമായി സഭാപിതാക്കന്മാർ പഠിക്കുകയാണ്, യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്തുകൊണ്ടാണ് പൂർണ്ണ മനുഷ്യനാണെന്ന് പറയാൻ കാരണം? മനുഷ്യന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരക്ഷ ലഭ്യമാക്കണമെങ്കിൽ മനുഷ്യനാണ് രക്ഷിക്കേണ്ടത്, ദൈവമല്ല. എന്താണ് അതിന് കാരണം? ദൈവം ഭൂമിയിലുള്ള സകല അധികാരവും നൽകിയത് ആദത്തിനാണ്. ഈ കാണുന്ന സകലത്തിനെയും പേരിടുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആദത്തിന് സകല ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും ഭൂമിയുടെ മേലുള്ള അധികാരം കൈമാറി. ഭൂമിയിലുള്ള അധികാരി മനുഷ്യനാണ്. എന്നാൽ ആദം അനുസരണക്കേട് വഴി പിശാചിന് തന്റെ അധികാരം കൈമാറി. ദൈവം നൽകിയ അധികാരം പാപം വഴി ആദം പിശാചിന് കൈമാറി. അതോടുകൂടി ലോകത്തുള്ള അധികാരം പിശാചിനായി മാറുകയാണ്. അതായത് ആദവും പാപത്തിൽ നിന്നാണ് സന്തതികളും, പാപത്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് അശുദ്ധി മാത്രം പുറപ്പെടുന്നുള്ളൂ, വിശുദ്ധിയിൽ നിന്നാണ് വിശുദ്ധി പുറപ്പെടുക. പാപിയായിരിക്കുന്ന ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം മക്കളെല്ലാം പാപികളായിരിക്കും എന്നുള്ളത് കൊണ്ട്, വിശുദ്ധമായതിൽ നിന്ന് മാത്രമേ വിശുദ്ധി പുറപ്പെടുള്ളൂ എന്നുള്ളത് കൊണ്ട് സകല മനുഷ്യരും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ ദൈവം നൽകിയ അധികാരം മനുഷ്യനാണെങ്കിലും മനുഷ്യന്റെ മേലുള്ള പാപത്തിനുള്ള അധികാരം ഉപയോഗിച്ച് ലോകത്തിന്റെ അധികാരം മനുഷ്യനായി തീർന്നു. ഈ അധികാരം തിരിച്ചു പിടിക്കുന്നത് എപ്രകാരമാണ്? ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപം ഒട്ടും അവന്റെ മേൽ തീണ്ടപ്പെടാതെ പാപമില്ലാതെ ജനിച്ച് ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറി ജീവിച്ച്
മരിച്ചു കഴിഞ്ഞാൽ അവനിലാണ് ഭൂമിയുടെ മേലുള്ള സകല അധികാരവും. കാരണം എന്താണ്? ദൈവം അധികാരം കൊടുത്തത് മനുഷ്യനാണ്. പാപമില്ലാത്ത മനുഷ്യനാണ് ദൈവം അധികാരം കൊടുത്തത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ആദം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് പാപം വഴി ഈ അധികാരം പിശാചിന് ലഭിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പിശാചിന് അധികാരമില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറി ജീവിക്കുകയാണെങ്കിൽ പിശാചിന് അധികാരം ആ മനുഷ്യന്റെ മേൽ ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ അധികാരമുള്ള ഈ മനുഷ്യൻ പറയുന്നവർക്ക് ഈ അധികാരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യനാണ് മനുഷ്യനെ രക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ ഒരു മനുഷ്യന്റെ പാപം മൂലം, അനുസരണക്കേട് മൂലം പാപം കടന്നു വന്നെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അനുസരണത്താൽ രക്ഷ അതിനേറെ സമൃദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നതിനുള്ള കാരണം. അതായത് രക്ഷ കടന്നു വരണമെങ്കിൽ ഒരു മനുഷ്യൻ അനുസരണം കാണിക്കണം. ഇപ്രകാരമുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മനുഷ്യന് സാധ്യമാകുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം ആദം പരാജയപ്പെട്ടു, ഹവ്വ പരാജയപ്പെട്ടു. അമ്മല ഉത്ഭവത്തോടുകൂടി ജനിച്ച ആദവും ഹവ്വയും, പാപമില്ലാതെ ജനിച്ച ആദവും ഹവ്വയും ഇപ്രകാരം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏതൊരു മനുഷ്യനെ കൊണ്ടും ഇത് സാധ്യമല്ല എന്നുള്ള കാര്യം ദൈവം മനസ്സിലാക്കി. മാലാഖമാർക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ചിലർ പറയാറുണ്ട് മാലാഖയുടെ അവതാരമാണ് യേശു ക്രിസ്തു എന്നൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് യഹോവ സാക്ഷിയുടെ പ്രകാരം പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താണ്? മാലാഖമാർ ദൈവത്തെ മുഖാഭിമുഖം കണ്ടിട്ട് പോലും അവർക്ക് ദൈവത്തോടുള്ള അനുസരണത്തിൽ വിധേയപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ വഴിപിഴച്ചു പോയ മാലാഖമാരെ പറയുന്ന പേരാണ് പിശാചുക്കൾ. അപ്പോൾ ഭൂമിയിൽ ദൈവത്തെ മുഖാഭിമുഖം കാണാത്ത ഒരു മാലാഖ ജീവിക്കുകയാണെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചുകൂടെ? അപ്പോൾ മാലാഖയ്ക്കും ഇത് സാധ്യമല്ല. പിന്നെ ആരെ കൊണ്ടാണ് സാധിക്കുക? അത് സാധ്യമാകുന്നത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ തീരുമാനിച്ചു. ഇതാണ് മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്നാളത്തങ്ങളിലെ പുത്രൻ തമ്പുരാൻ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നത് പുത്രൻ തമ്പുരാനാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ പുത്രനിലൂടെയാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത്. ആ പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുക്കുവാൻ തീരുമാനിച്ചു. പിതാവ് പുത്രനെ അയച്ചു. ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് ഉത്സവമാണെങ്കിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ മടിയിലിരിക്കുന്ന, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന പുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പറിച്ചു നൽകിയതിന്റെ ആ ഒരു വേദനയുടെ ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അങ്ങനെ പിതാവ് പുത്രനെ അയച്ചു. പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി മനുഷ്യനെ അവതരിക്കണം. ദൈവത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ പാടില്ല. അതിനാൽ ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്ന പോലെ ദൈവമായുള്ള സമ്മാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അപ്പോൾ മനുഷ്യനായി പിറന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം മനുഷ്യന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എപ്രകാരമാണ് ദൈവം മനുഷ്യനാവുക? ദൈവം മനുഷ്യനാകണമെങ്കിൽ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ മണ്ണുകൊണ്ട് രൂപപ്പെടുത്തിയ മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കണം. അപ്പൊ നമ്മളെല്ലാം മനുഷ്യരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ചതായത് കൊണ്ടാണ്. ആദം മനുഷ്യനായത് എങ്ങനെയാണ്? മണ്ണുകൊണ്ട് മെനഞ്ഞപ്പെട്ടാണ് ആദം മനുഷ്യനായത്. അപ്പോൾ ദൈവം മനുഷ്യനായി അവതരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കളിമണ്ണ് കൊണ്ട് മെനഞ്ഞ് അതിനുള്ളിൽ മണ്ണ് കൊണ്ട് മെനഞ്ഞ് അതിനുള്ളിൽ നാസാരന്തരങ്ങളിൽ ഊതിയൊരു മനുഷ്യനായി മാറണം, അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കണം. ഒരു മനുഷ്യനാവാൻ മിനിമം വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ്. പുരുഷനില്ലാതെ മനുഷ്യനുണ്ടാകുമോ? തീർച്ചയായും ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ക്ലോണിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു കോശത്തെ എടുത്ത് ടെസ്റ്റ് ട്യൂബിലൂടെ വളർത്തി ഭ്രൂണമാക്കി ആ സ്ത്രീയുടെ ഉദരത്തിൽ തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതൊരു പെൺകുഞ്ഞിന് ജന്മം നൽകും. ക്ലോണിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഇങ്ങനെ പുരുഷനില്ലാതെയും ഒരു മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകാമെന്നുള്ളത് ചരിത്രം എന്ന് അല്ലെങ്കിൽ സയൻസ് എന്ന് തെളിയിച്ച കാര്യമാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു സ്ത്രീയെ മിനിമം അത്യാവശ്യമാണ്. പുരുഷനില്ലെങ്കിലും ഒരു സ്ത്രീ ഒരു മനുഷ്യനായി അവതരിക്കണമെങ്കിൽ അത്യാവശ്യമാണ്. അപ്പൊ ദൈവം എന്തുകൊണ്ടാണ് മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ സ്വീകരിക്കാഞ്ഞത്? കാരണമുണ്ട്.
ആദമാണ് പാപം ചെയ്തത്. ആദവുമായി ബന്ധമുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തതി അബ്രാഹവുമായി ബന്ധമുള്ള, അതായത് സ്ത്രീയുടെ സന്തതി, അബ്രാഹത്തിന്റെ സന്തതി. അടുത്തത് ദാവീദിനോട് ദൈവം നൽകിയിരുന്ന വാഗ്ദാനം, ദാവീദിന്റെ സന്തതി. അടുത്തത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-3 പറയുന്നത് പോലെ ദാവീദിന്റെ സന്തതിയുടെ സന്തതി. ആരാണ് ദാവീദിന്റെ സന്തതി? മറിയം. ദാവീദിന്റെ സന്തതിയിൽ നിന്നുള്ള സന്തതി. അതാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഇതാ ഒരു സ്ത്രീയിൽ നിന്ന്, ഈ ആദം, അബ്രാഹം, ദാവീദ്, മറിയം, ഈ ഒരു പരമ്പരയിലൂടെ മനുഷ്യനായി പിറകുന്നു. അങ്ങനെ മറിയത്തിൽ നിന്ന് ജനിക്കുമ്പോൾ എന്ത് ചെയ്യണം? പലരും പറയുന്നത് പോലെ ദൈവം ഒരു മനുഷ്യനായി കുഞ്ഞായി മറിയത്തിന് ഉദരത്തിൽ കിടന്നാൽ പോരാ, ഈ ഒരു റിലേഷൻ കിട്ടണം. അതായത് മറിയത്തിൽ നിന്ന്, ദാവീദിൽ നിന്ന്, ആദത്തിൽ നിന്ന്, അബ്രാഹത്തിൽ നിന്ന് ഈ ഒരു റിലേഷൻ കിട്ടണം. ഈ ഒരു ബന്ധം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മറിയത്തിൽ നിന്ന് ഒരു ശരീരം സ്വീകരിച്ചു. ഒരു ശരീരം, ആ ശരീരം സ്വീകരിക്കുന്നത് മറിയത്തിൽ നിന്നാണ്. മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്നു. ആ ഒരു കോശത്തിലേക്ക് പുത്രൻ തമ്പുരാൻ ഇറങ്ങി വരുന്നു. അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു. ദൈവം ഈ മനുഷ്യ ശരീരത്തെ സ്വീകരിക്കുന്നു. ആദാനം ചെയ്യുന്നു എന്ന പദം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ അസ്യൂം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അസ്യൂം ചെയ്യുക എന്ന പദം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആദാനം ചെയ്യുക എന്ന പദം ഉപയോഗിച്ചത്? മനസ്സിലാക്കണം, ദൈവം പരിപൂർണനാണ്. വചനമായ ദൈവം പരിപൂർണ ദൈവമാണ്. ദൈവത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം ദൈവം പരിപൂർണനാണ്. ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം ദൈവം പരിപൂർണനാണ്. ദൈവത്തിന് ഒന്നും കുറയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തിലേക്ക് എന്തെങ്കിലും മിക്സ് ചെയ്ത് കയറ്റാൻ സാധിക്കുമോ? അതും സാധ്യമല്ല. ദൈവത്തെ വിഭജിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ദൈവം പൂർണ്ണനായതുകൊണ്ട് 100% ഗോഡാണ്, 100% മനുഷ്യനുമാകണം. അങ്ങനെ 100% ദൈവവും 100% മനുഷ്യനുമാകുമ്പോൾ 200% ആകുമോ? അങ്ങനെ 200% പറയുന്ന ശതമാനമില്ല. 100ൽ 200 എന്ന സംഖ്യ ലഭിക്കില്ല. 100ൽ 100 ഉള്ളൂ. അപ്പോൾ ദൈവം അതിൽ തന്നെ പരിപൂർണനാണ്, 100%. അപ്പോൾ അതിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുക അസാധ്യം. അപ്പോൾ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ അസ്യൂം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്? ഇതിനെയാണ് അസ്യൂം ചെയ്യുക എന്ന പദം ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഇതാണ് അലക്സാണ്ടർ സിറിൽ ഇതിന് ഉപയോഗിച്ച പദം, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. എന്ന് പറഞ്ഞാൽ 100% ദൈവം 100% മനുഷ്യനിലേക്ക് അസ്യൂം ചെയ്യുമ്പോൾ, രണ്ടും കൂടി ചേരുമ്പോൾ ഒന്നും കൂട്ടിച്ചേർക്കപ്പെടുകയോ കുറയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അവിടെ 100% രണ്ടും എന്നുള്ളതാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. പരിശുദ്ധ തൃത്വത്തിലും പിതാവ് 100% ദൈവമാണ്, പുത്രൻ 100% ദൈവമാണ്, പരിശുദ്ധാത്മാവ് 100% ദൈവമാണ്. 3 പേരും ചേരുമ്പോൾ 300% ആവുന്നില്ല. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ഒരേപോലെ തന്നെ 100% തന്നെയാവുന്നു. കാരണം ദൈവം പരിപൂർണനാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിലേക്ക് വചനമായ ദൈവം മനുഷ്യരീതിയിലേക്ക് അസ്യൂം ചെയ്തതുകൊണ്ട് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്തത്, കുറയ്ക്കാൻ പറ്റാത്തത്, വിഭജിക്കാൻ പറ്റാത്തത്, മിക്സ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ദൈവം ഈ മനുഷ്യരീരത്തെ ആധാരം ചെയ്തു, സ്വീകരിച്ചു, ഉൾക്കൊണ്ടു. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് എപ്രകാരമാണെന്ന് അലക്സാണ്ടർ സിറിൽ പറയുന്ന ഒരു ഉദാഹരണ സഹിതം. ഒരു കനൽ, ഒരു വിറകിലേക്ക് അഗ്നി അസ്യൂം ചെയ്തപ്പോൾ അത് ഒരു തീക്കനലായി മാറുന്നു. അതിൽ വിറകുമുണ്ട്, അഗ്നിയുമുണ്ട്. 100% എന്നതുപോലെ ദൈവം മനുഷ്യനെ അസ്യൂം ചെയ്തു എന്നുള്ളതാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഇങ്ങനെയാണ് ദൈവം, യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം യേശു ക്രിസ്തു ജീവിക്കുന്നത് പച്ച മനുഷ്യനായിട്ടാണ്. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നതായിക്കൊള്ളട്ടെ, അവിടുന്ന് കരയുകയും ചിരിക്കുകയും അല്ലെങ്കിൽ ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിക്കൊള്ളട്ടെ, പച്ച മനുഷ്യനായിട്ടാണ്. പക്ഷെ ആ മനുഷ്യൻ ദൈവമാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ യേശുവിൽ നിന്ന് വചനമാകുന്നതും വിട്ടുപോകുമോ? പോകില്ല. യേശു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ വചനമാകുന്ന ദൈവം യേശു ക്രിസ്തു വിട്ടുപോകുമോ? പോകില്ല. കാരണം അസ്യൂം ചെയ്തതാണ്, വിട്ടുപോകില്ല. യേശു ക്രിസ്തു മരിക്കുന്ന സമയം ദൈവം ക്രിസ്തുവിലൂടെ മരണത്തെ രുചിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവന്റെ ശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു, അവന്റെ ആത്മാവ് പാതാളങ്ങളിലേക്ക് ഇറങ്ങി.
അപ്പോൾ ഈ ഒരു മനുഷ്യാത്മാവ്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനും മനുഷ്യാത്മാവും ചേർന്നതാണ്. മനുഷ്യാത്മാവ്, യേശുക്രിസ്തുവിന്റെ മനുഷ്യാത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും വചനമാകുന്ന ദൈവം വ്യാപരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മനുഷ്യ ശരീരം കല്ലറയിലേക്ക് പോകുമ്പോൾ അവിടെയും ദൈവവചനം വ്യാപരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തന ഇപ്രകാരം പറഞ്ഞത്, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല, അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളിക്കളയുകയുമില്ല. അതാണ് മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരവും ആത്മാവും 3-ാം ദിവസം ഒന്നായി തീരുകയും യേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞു എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ജീവിത കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൽ നിന്ന് ദൈവവും മനുഷ്യനും സമ്മേളിച്ചിരിക്കുന്ന, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സമ്മേളിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൽ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. കുരിശുമരണത്തിൽ വിട്ടുപോയിട്ടില്ല. കുരിശുമരണത്തിന് ശേഷവും വിട്ടുപോകുന്നില്ല. അതുപോലെ തന്നെ സ്വർഗത്തിൽ ഇപ്പോൾ വചനമാകുന്ന ദൈവം വ്യാപരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. കാരണം എന്താ? ഇപ്പോൾ ദൈവത്തിന്റെ കസേരയിൽ ഇരിക്കുന്നത് ഒരു മനുഷ്യനാണ്, യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവത്തെയും മനുഷ്യനെയും വേർപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പറയുന്ന കാലഘട്ടങ്ങളിലെല്ലാം, അതായത് മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നതിന് ശേഷം, സ്വർഗത്തിൽ ഇപ്പോൾ ആയിരിക്കുമ്പോഴും യേശുവിൽ നിന്ന് മനുഷ്യനെ വേർപ്പെടുത്തുവാൻ സാധ്യമല്ല. കുരിശുമരണത്തിന് സാധ്യമല്ല. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും സാധ്യമല്ല. ഇനി മറ്റൊരു കാര്യം പറയാൻ പോവാണ്. യേശു ക്രിസ്തു അനാദിയിൽ പിതാവിനൊപ്പം ഉണ്ടായിരുന്നു. അത് വചനമാകുന്ന ദൈവം ഉണ്ടായിരുന്നു. ഈ വചനമാകുന്ന ദൈവം മനുഷ്യനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ല, അതായത് യേശു ക്രിസ്തു ഉണ്ടായിരുന്നില്ല, വചനമാകുന്ന ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിഭജിച്ച് പറയാൻ സാധ്യമല്ല. അതായത് ഒരിക്കൽ കൂടി പറയുകയാണ്, യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യ ശരീരം വചനമാകുന്ന ദൈവത്തിൽ ഇല്ല, അനാദിയിലുമില്ല. എന്നാൽ യേശു ക്രിസ്തു അനാദിയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. കാരണം വചനമാകുന്ന ദൈവം തന്നെയാണ് യേശു ക്രിസ്തു. അപ്പൊ വചനമാകുന്ന ദൈവം അനാദിയിലുണ്ട്. മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്നത് വരെയും വചനമാകുന്ന ദൈവം അനാദിയിലുണ്ട്. എന്നാൽ യേശു ക്രിസ്തു അനാദിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയണം. കാരണം ഇത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്, വേർതിരിച്ച് പറയാൻ പാടില്ല. എന്നാൽ മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് അതിന് ഉത്തരം. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ കാണുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, ഞാൻ അപ്രായത്തിന് മുമ്പേ ഞാനുണ്ട്. ഈ വചനത്തിലെല്ലാം അടിസ്ഥാനം ഇതാണ്. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇത്രയും കാര്യം പറഞ്ഞു, അതായത് അനാദിയിൽ വചനമാകുന്ന ദൈവമുണ്ട്. ഈ വചനമാകുന്ന ദൈവത്തിൽ ആരുണ്ട്? യേശു ക്രിസ്തു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ആയതുകൊണ്ട് യേശു ക്രിസ്തു ഉണ്ട് എന്ന് പറയാം. മനുഷ്യരീരം ഇല്ലെങ്കിലും അനാദിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും യേശു ക്രിസ്തുവിൽ നിന്ന് മനുഷ്യരീരത്തിൽ നിന്ന് ദൈവവചനം വിട്ടുപോകുന്നില്ല. കുരിശ് മരിക്കുമ്പോഴും വിട്ടുപോകുന്നില്ല. മരിച്ചുയർത്തെഴുന്നേൽക്കും വിട്ടുപോകുന്നില്ല. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുമ്പോഴും അവിടെ ഒരു മനുഷ്യനുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ മറിയം പ്രസവിക്കുന്നത് വരെ മറിയത്തിന്റെ ഉദരത്തിലുള്ള ശിശു ആരാണ്? അവിടെ നമ്മൾ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്, മനുഷ്യന്റെ മാത്രമാണ് അമ്മയാണ് എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. അതാണ് എന്റെ പ്രത്യേകത. ഇത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെയാണ് സഭയിലെ ഒരു ഡയലോഗ് സംഭവിക്കുന്നത്. ക്രിസ്റ്റോട്ടോക്കോസ്, തിയോട്ടോക്കോസ്, ആന്ത്രോപോട്ടോക്കോസ്. അതായത് മനുഷ്യന്റെ മാത്രം അമ്മ ആന്ത്രോപോട്ടോക്കോസ്, യേശു ക്രിസ്തുവിന്റെ മാത്രം അമ്മ, മനുഷ്യന്റെ അമ്മയല്ല എന്ന രീതിയിലുള്ളതാണ് ക്രിസ്റ്റോട്ടോക്കോസ്. മറ്റൊന്നാണ് തിയോട്ടോക്കോസ്, അതായത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്. അവൻ ദൈവമാണ്. ദൈവമായതുകൊണ്ട് മനുഷ്യനെ ദൈവത്തെ വേർതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മറിയം ഗർഭം ധരിച്ചത് ദൈവത്തെയാണ്. മറിയം ഉദരത്തിൽ കൊണ്ടു കാണുന്നത് ദൈവത്തെയാണ്. മറിയം പ്രസവിച്ച കുഞ്ഞ് ദൈവമാണ്. മറിയം ദൈവത്തിന്റെ അമ്മയാണ്. എലിസബത്ത് കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് എന്നുള്ള കാര്യം AD 439 451 സഭ വളരെ വ്യക്തമായി തിരിച്ചറിയുകയാണ്. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. ഇവിടെ വ്യക്തമായൊരു ചോദ്യം വരികയാണ്. പിതാക്കന്മാർക്ക് മുമ്പിൽ വന്ന് കടന്നു വന്ന ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം ആരാണ്? പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ അവളുടെ സ്ഥാനം എന്താണെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ മരിയോളജിയിലേക്കുള്ള വാതിൽ സഭയിൽ തുറക്കപ്പെടുകയാണ് ചെയ്തത്.
അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ യേശുക്രിസ്തു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനാണ്, ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും നമ്മൾ ഈ ഒരു വാതിലേക്ക് പ്രവേശിക്കുകയാണ്, മരിയോളജിയുടെ വാതിലേക്ക് പ്രവേശിക്കുകയാണ്, പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവെന്ന് പറയാം. അപ്പോൾ സഭാപിതാക്കന്മാർക്ക് വളരെയധികം ചർച്ചയുള്ള ഒരു വിഷയം എന്നറിയാമോ? അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിലുള്ള ഒരു വലിയ വിഷയമുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഗ്രീക്കുകാർ അധീന ദേവിയെ ആരാധിക്കുന്നു, അവർ ആശേര പ്രതിഷ്ഠയെ ആരാധിക്കുന്നു, അങ്ങനെ ദേവി സങ്കല്പങ്ങളുണ്ട്, സെമറമിസിനെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള സമൂഹത്തിനിടയിലേക്ക് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനം മറിയത്തെ ആരാധിക്കുമോ? ഈ ഒരു ഭയം സഭാപിതാക്കന്മാർക്ക് അന്നേ ഉണ്ട്. അതവർ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ സത്യത്തോട് മുഖം തിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ദൈവമാതാവ് എന്നുള്ള കാര്യം, തിയോട്ടോക്കോസ് എന്നുള്ള കാര്യം സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ അതിനുശേഷം AD 451 യേശുക്രിസ്തുവിന് 2 വില്ലുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് സഭയിൽ ഒരു പിളർപ്പുണ്ടാകുന്നത്. ക്രിസ്റ്റോട്ടോക്കോസിലേക്ക് പിളർന്നുപോയ സഭാ വിഭാഗം കടന്നു ചെല്ലുകയും ചെയ്യുന്നു. ഈ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ സംഭവം വരുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് പറയാമോ, പരിശുദ്ധ കന്യാമറിയത്തെ അമ്മനാത്മകയായി വാഴ്ത്തുമ്പോൾ പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണെങ്കിൽ മറിയത്തിൽ നിന്ന് എടുത്ത ശരീരം അത് പരിശുദ്ധമായിരിക്കണം. കർത്താവിന്റെ ആലയം എന്നേക്കും കർത്താവിന്റെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ പാദത്തിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ദൈവം ഇറങ്ങി വരുന്ന സ്ഥലത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാ മറിയത്തെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറിയത്തിൽ നിന്ന് ഒരു ശരീരം സ്വീകരിച്ചു, പുത്രതമ്മനും പരിശുദ്ധാത്മാവും മറിയത്തിൽ വന്ന് ആവസിച്ചു. അതുകൊണ്ടാണ് മറിയത്തിനെ കൃപാസന മാതാവ് എന്ന് പറയുന്നത്. കാരണം മറിയത്തിലെ വാഗ്ദാന പലകത്തിലാണ് പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്നത്. അതുകൊണ്ട് മറിയം കൃപാസന മാതാവായി മാറുക. വാഗ്ദാന പടകമേ എന്ന് നമ്മൾ ലുത്തിനിയിൽ പറയാനുള്ള കാരണത പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഇറങ്ങി വന്നിരിക്കുന്നത് മറിയത്തിലാണ്. അങ്ങനെ മറിയത്തിൽ ഇറങ്ങി വന്നിരിക്കുക ആവസിച്ചിരിക്കുന്നത് വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ശരീരം അത്രമേൽ പരിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് ഉത്ഭവ പാപം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു വസ്തുതയിലേക്ക് സഭ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് മറിയത്തിനെ ഒറിജിൻ പിതാവ്, അതുപോലെ അയർമിസ് പിതാവ് എല്ലാം പറഞ്ഞത് ഇപ്രകാരമാണ്: രണ്ടാമത്തെ ഹൗവ, അതായത് അമല ഉത്ഭവത്തോടുകൂടെ ജനിച്ചവൻ രണ്ടാമത്തെ ഹൗവ. ആദ്യത്തെ ഹൗവയും ആദവും ഭാര്യയും ഭർത്താവുമാണെങ്കിൽ രണ്ടാമത്തെ ആദവും ഹൗവയും അമ്മയും മകനും. രണ്ടാമത്തെ ഹൗവ എന്ന് അവളെ വിളിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ സഭ ഈ ഒരു വിഷയത്തെ അമ്മയാണോ വേണ്ടയോ എന്ന് വളരെയധികം പഠിക്കുകയാണ് പിന്നെ ചെയ്തത്. സഭയിലെ വിവിധ പഠനങ്ങളുടെ മുന്നോട്ട് പോയപ്പോഴും പരിശുദ്ധ കന്യാമറിയം അമ്മയല്ല എന്നും ആണ് എന്നും വളരെയധികം ഡയലോഗുകൾ ഉണ്ടായി. അവസാനം AD 1854 പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് പ്രൊട്ടസ്റ്റന്റുകാർ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ, ബ്രദറൻ സഭ വിഭാഗങ്ങളെല്ലാം ആ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ കന്യാമറിയം അമ്മയല്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ 1854 പരിശുദ്ധ കന്യാമറിയം അമ്മയാണ് എന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അതിനുശേഷം 1868 ലൂതറിലെ ഭരണത്തിലേക്ക് പരിശുദ്ധ കന്യാമറിയം പ്രതിഷ്ഠ പഠിക്കും, ഞാൻ അമ്മയാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇന്ന് സഭാപിതാക്കന്മാർ AD 451 എന്ത് ഭയപ്പെട്ടുവോ ആ ഭയപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പരിശുദ്ധ കന്യാമറിയം സെമറമീസ് ദേവതയാണ് എന്ന രീതിയിലുള്ള അവതരണം. സെമറമീസ് ദേവതയാണെന്ന് പറയുന്നതിന് ഒരു കാരണം നമുക്കറിയാവുന്ന പോലെ ഗ്രീക്കുകാരുടെ ദേവതയായ സോഫിയ, മെഡോണ, ഇതിൻ്റെ എല്ലാം സിംബലുകളെ ക്രിസ്തുമതം അവിടെ സാംസ്കാരികമായ അനുരൂപണം നടത്തിയപ്പോൾ സ്വീകരിക്കുകയും പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തു. പരിശുദ്ധ കന്യാമറിയം ഉണ്ണീശോ എടുത്തിരിക്കുന്നതിന് സോഫിയയും മെഡോണയെല്ലാം ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ഈ പറയുന്ന വിഷയം, അതായത് സെമറമീസ് ദേവതയുടെ അവതാരമായിട്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിനെ കത്തോലിക്കർ ആരാധിക്കുന്നത്. അപ്പൊ ആരെയും സെമറമീസ് എന്ന് പറയണം? ഒരു ഗ്രീക്ക് കഥാപാത്രമാണ്. അല്ലെങ്കിൽ ഇപ്രകാരം പറയാം, ബൈബിളിലെ നിമ്രോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. നോഹയുടെ മക്കളുടെ പരമ്പരയിലുള്ളതാണ്. നിമ്രോദാണ് ആദ്യത്തെ വേട്ടക്കാരൻ എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിമ്രോദ് വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് സെമറമീസ്.
അവളൊരു അനാഥ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വളർത്തിയത് പ്രാവുകളാണെന്ന് ഐതിഹ്യം പറയുന്നത്. അവളൊരു ഗവർണർ വിവാഹം കഴിക്കുകയും അവളുടെ സൗന്ദര്യം കണ്ട് നിമ്രോദ് ഗവർണറെ കൊല്ലുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അങ്ങനെ ഇരിക്കെ നിമ്രോദ് കൊല്ലപ്പെട്ടു. നിമ്രോദ് കൊല്ലപ്പെട്ടപ്പോൾ ജനം മുഴുവൻ അവൾക്കെതിരെ തിരിഞ്ഞു, സെമറമിസിനെതിരെ തിരിഞ്ഞു. സെമറമിസിനോട് പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളെ രാജാവിനെ കൊന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിമ്രോദ് കൊല്ലപ്പെട്ടത് ഞാൻ കാരണമല്ല, പക്ഷെ നിമ്രോദ് എന്ത് ചെയ്തു, എൻ്റെ ഉദരത്തിലുള്ള ശിശുവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, പരകായ പ്രവേശനം നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രസവിക്കുന്നത് നിമ്രോദിനെയാണെന്ന് പറഞ്ഞു. ആ ഒരു ഡയലോഗ് മൂലം അവരുള്ളവർ അവളെ കൊന്നില്ല. കാരണം ഉദരത്തിലുള്ളത് നിമ്രോദാണ്, നിമ്രോദ് പരകായ പ്രവേശനം ചെയ്തിരിക്കുന്നു എന്നുള്ള സംഭവം വന്നു. അങ്ങനെ സെമറമിസ് എന്ന് പറയുന്ന സ്ത്രീയെ ദേവതയായി ഇവർ കാണാൻ തുടങ്ങി. സെമറമിസ് പ്രസവിച്ചു. തമ്മൂസ് എന്നാണ് മകന്റെ പേര്. ആ തമ്മൂസിനെ അവർ നിമ്രോദിന്റെ അവതാരമായി, പിതാവും പുത്രനും ഒന്ന് തന്നെ, പ്രാവുകൾ വളർത്തിക്കൊണ്ട് സെമറമിസ് പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ ഇവർ ത്രിമൂർത്തികളായി അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഈ ത്രിമൂർത്തികളെ തൃത്വത്തിനെ പരിഹസിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കാൻ തുടങ്ങി. അതോടുകൂടി സെമറമിസ് ദേവത പരിശുദ്ധ കന്യാമറിയമാണെന്ന് പറയുകയും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അവതാരമായി ചിത്രീകരിക്കുകയും അങ്ങനെ സഭയിൽ പരിശുദ്ധ കന്യാമറിയത്തെ സെമറമിസ് ദേവതയെ അവതരിപ്പിക്കുന്ന ചില ബിംബങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധത്വത്തെ പിതാവ്, പുത്രൻ, മാതാവ് എന്ന രീതിയിലുള്ള ബിംബങ്ങൾ ചരിത്രത്തിൽ രൂപപ്പെടുകയും ചെയ്തു. അതൊക്കെ നമുക്കറിയാം. പല രീതിയിലും പല മതങ്ങളിലും വരെ തൃത്വത്തെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിന് തൃത്വത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പല കൾട്ട് ഗ്രൂപ്പുകളും ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയിൽ അങ്ങനെ പറയുന്നതും കാണാൻ സാധിക്കും. എന്നാൽ ഇത് അന്ന് സഭാപിതാക്കന്മാർ ഭയപ്പെട്ടതാണ്. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവെന്ന് പറയാനുള്ള കാരണം. പരിശുദ്ധ കന്യാമറിയം ദൈവമല്ല, പരിശുദ്ധ കന്യാമറിയം ആരാധനയ്ക്ക് അർഹതയുള്ളവളല്ല. അത് വളരെ സത്യമായ കാര്യമാണ്. പക്ഷെ അവൾ അമരോത്ഭവയാണ്. അമരോത്ഭവം എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നല്ല അർത്ഥം. അമരോത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയം ഉത്ഭവഭാവമില്ലാതെ ജനിച്ചു, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണമായ അനുസരണത്തിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം ഇനി നിറവേറട്ടെ എന്ന് അവൾ ജീവിച്ചു. അതുകൊണ്ട് അവൾ രണ്ടാമത്തെ ഹൗവ എന്നറിയപ്പെട്ടു. അതുകൊണ്ട് അവൾ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതുകൊണ്ട് അവൾ സ്വർഗ്ഗലോക രാജ്ഞിയായി ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇവിടെ പരിശുദ്ധ കന്യാമറിയം അമരോത്ഭവയാണ് എന്നുള്ള വിശ്വാസത്തിനും പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന കാര്യം യേശു ക്രിസ്തുവിന്റെ ക്രിസ്റ്റോളജിയാണ്. അതായത് യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള സത്യമാണ്. ഈ ഒരു വസ്തുതയെ അറിയാതെ, ഈ ഒരു വസ്തുതയെ ധ്യാനിക്കാതെ പരിശുദ്ധ കന്യാമറിയം അമരോത്ഭവയാണ് എന്നുള്ള വസ്തുതയെ പഠിക്കുമ്പോഴോ അതിനെ ധ്യാനിക്കുമ്പോഴോ അതിന് വണങ്ങുമ്പോഴോ നമ്മൾ അപൂർണരാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ, ഈ ഒരു വസ്തുതയെ മനസ്സിലാക്കി സ്വീകരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡിസംബർ 13, 14, 15 ദിവസങ്ങളിൽ ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, അമരോത്ഭവ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്മസിന് ഒരുങ്ങുന്നതിന് വേണ്ടി ഒരു ധ്യാനം ഒരുങ്ങപ്പെടുന്നു. കോട്ടയം കാലത്തുപിടി ക്രിസ്ത്യനിൽ വെച്ച് ഇന്റർസെഷൻ ഫോർ ഇന്ത്യ ഒരുക്കുന്ന യേശുനാമ സൗഖ്യധാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.